വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 36-ാം അധ്യായം. ദേശത്തെ ജനം ജോസിയായുടെ പുത്രൻ യഹോവാഹാസിനെ സ്വീകരിച്ച് അവന്റെ പിതാവിന്റെ സ്ഥാനത്ത് ജെറുസലേമിൽ രാജാവാക്കി. രാജാവായപ്പോൾ യഹോവാഹാസിന് 23 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ഈജിപ്ത് രാജാവ് ജെറുസലേമിൽ വെച്ച് അവനെ സ്ഥാനഭ്രഷ്ടനാക്കി. അയാൾ 100 താലന്ത് വെള്ളിയും 1 താലന്ത് സ്വർണവും ദേശത്തിന് പിഴയിട്ടു. ഈജിപ്ത് രാജാവ് അവന്റെ സഹോദരൻ എലിയാക്കിമിനെ യൂദായുടെയും ജെറുസലേമിന്റെയും മേൽ രാജാവാക്കി. അവന്റെ പേര് യഹോയാക്കിം എന്ന് മാറ്റി. നെക്കോ അവന്റെ സഹോദരൻ യഹോവാഹാസിനെ പിടിച്ച് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. രാജാവായപ്പോൾ യഹോയാക്കിമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. തന്റെ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മയായത് അവൻ പ്രവർത്തിച്ചു. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ അവനെതിരെ കയറി വന്ന് അവനെ ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ ചെമ്പുചെങ്കലകൾ കൊണ്ട് ബന്ധിച്ചു. കർത്താവിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലത് നബുക്കദ്നേസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവൻ അവ ബാബിലോണിലുള്ള തന്റെ കൊട്ടാരത്തിൽ നിക്ഷേപിച്ചു. യഹോയാക്കിമിന്റെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്ത മ്ലേച്ഛതകളും അവനെതിരെ കണ്ടെത്തിയതും ഇതാ ഇസ്രായേലിന്റെയും യൂദായുടെ രാജാക്കന്മാരുടെയും ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ പുത്രൻ യഹോയാക്കിൻ അവന്റെ സ്ഥാനത്ത് രാജാവായി. രാജാവായപ്പോൾ യഹോയാക്കിൻ 8 വയസ്സായിരുന്നു. അവൻ 3 മാസവും 10 ദിവസവും ജെറുസലേമിൽ ഭരിച്ചു. അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മയായത് പ്രവർത്തിച്ചു. ആ വർഷം വസന്തകാലത്ത് നബുക്കദ്നേസർ രാജാവ് ആളയച്ച് അവനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഒപ്പം കർത്താവിന്റെ ആലയത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും. അയാൾ അവന്റെ സഹോദരൻ സെദേക്കിയായെ യൂദായുടെയും ജെറുസലേമിന്റെയും മേൽ രാജാവാക്കി. രാജാവായപ്പോൾ സെദേക്കിയായ്ക്ക് 11 വയസ്സായിരുന്നു. 11 വർഷം അവൻ ജെറുസലേമിൽ ഭരിച്ചു. അവൻ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മയായത് പ്രവർത്തിച്ചു. കർത്താവിന്റെ അതിരത്തിൽ നിന്നുള്ളത് അറിയിച്ച ജെറമ്യാ പ്രവാചകന്റെ മുൻപിൽ അവൻ സ്വയം വിനീതനായില്ല. നബുക്കദ്നേസർ രാജാവ് അവനെ ദൈവത്തെ കൊണ്ട് ശപഥം ചെയ്യിച്ചിരുന്നെങ്കിലും അവൻ അയാളോട് മറുതലിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിയാതെ അവൻ തന്റെ ഹൃദയം കഠിനമാക്കുകയും പിടലി ഘടിപ്പിക്കുകയും ചെയ്തു. കൂടാതെ എല്ലാ പുരോഹിത പ്രമുഖരും ജനവും ജനതകളുടെ സകല മ്ലേച്ഛതകളും അനുസരിച്ച് അത്യധികം അവിശ്വസ്തരായി ഭവിച്ചു. ജെറുസലേമിൽ പ്രതിഷ്ഠിച്ചിരുന്ന കർത്താവിന്റെ ആലയം അവർ അശുദ്ധമാക്കി. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അവരുടെ അടുത്തേക്ക് തന്റെ ദൂതന്മാരെ മുൻകൂട്ടിയും തുടർച്ചയായും അയച്ചിരുന്നു. കാരണം അവിടുന്ന് തന്റെ ജനത്തോടും തന്റെ വാസസ്ഥലത്തോടും അനുകമ്പാലുവായിരുന്നു. എന്നാൽ അവർ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകളെ പുച്ഛിക്കുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനാൽ ശമിപ്പിക്കാനാവാത്ത വിധം കർത്താവിന്റെ ക്രോധം ജനത്തിനെതിരെ ഉയർന്നു. കൽദായ രാജാവിനെ അവിടുന്ന് അവർക്കെതിരെ കൊണ്ടുവന്നു. അയാൾ അവരുടെ യുവാക്കളെ അവരുടെ വിശുദ്ധാലയത്തിൽ വെച്ച് വാളുകൊണ്ട് വധിച്ചു. ഏതെങ്കിലും യുവാവിനെയോ യുവതിയെയോ ശ്രേഷ്ഠനെയോ വൃദ്ധനെയോ അവൻ ഒഴിവാക്കിയില്ല. അവിടുന്ന് എല്ലാവരെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദേവാലയത്തിലെ ചെറുതും വലുതുമായ എല്ലാ പാത്രങ്ങളും കർത്താവിന്റെ ആലയത്തിലെ നിക്ഷേപങ്ങളും രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും നിക്ഷേപങ്ങളും ഇങ്ങനെ സകലതും അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവർ ദേവാലയം കത്തിച്ചു.
ജെറുസലേമിന്റെ മതിൽ ഇടിച്ചു തകർത്തു. അതിലെ എല്ലാ മന്ദിരങ്ങളും അഗ്നിക്കിരയാക്കി. അതിലെ വിലപിടിപ്പുള്ള എല്ലാ പാത്രങ്ങളും നശിപ്പിച്ചു. വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവൻ ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി. പേർഷ്യ രാജ്യം ഭരണം ആരംഭിക്കുന്നത് വരെ അവർ അവനും അവന്റെ പുത്രന്മാർക്കും സേവകരായിരുന്നു. അങ്ങനെ ജെറമിയായുടെ അധരത്തിലൂടെയുള്ള കർത്താവിന്റെ വചനം പൂർത്തിയാകുന്നതിന് ദേശം അതിന്റെ സാപത്തുകളുടെ കടം വീട്ടിത്തീരും വരെ 70 വർഷം പൂർത്തിയാകുന്നത് വരെ വിനാശത്തിന്റെ നാളുകൾ അത്രയും ദേശം സാപത്താചരിച്ചു. പേർഷ്യ രാജാവായ സൈറസിന്റെ 1-ാം വർഷം ജെറമിയായുടെ അധരത്തിലൂടെയുള്ള കർത്താവിന്റെ വചനം പൂർത്തിയാകേണ്ടതിന് കർത്താവ് പേർഷ്യ രാജാവായ സൈറസിന്റെ അരൂപിയെ ഉത്തേജിപ്പിച്ചു. തന്റെ രാജ്യം മുഴുവനിലും വിളംബരത്തിലൂടെയും കത്തിലൂടെയും ഇപ്രകാരം പ്രസിദ്ധപ്പെടുത്തി. പേർഷ്യ രാജാവായ സൈറസ് ഇങ്ങനെ കൽപ്പിക്കുന്നു: സ്വർഗത്തിന്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യൂദായിലെ ജെറുസലേമിൽ അവിടത്തേക്ക് ഒരു ആലയം പണിയാൻ അവിടെ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അവൻ അവിടേക്ക് യാത്രയാകട്ടെ. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം. പേർഷ്യ രാജാവായ സൈറസിന്റെ 1-ാം വർഷം കർത്താവ് പേർഷ്യ രാജാവായ സൈറസിന്റെ അരൂപിയെ ഉത്തേജിപ്പിച്ചു. ജെറമിയായുടെ അധരത്തിലൂടെയുള്ള കർത്താവിന്റെ വചനം പൂർത്തിയാകേണ്ടതിനായിരുന്നു ഇത്. അവൻ വിളംബരത്തിലൂടെയും കത്തിലൂടെയും തന്റെ രാജ്യം മുഴുവനിലും ഇപ്രകാരം പ്രസിദ്ധപ്പെടുത്തി: പേർഷ്യ രാജാവായ സൈറസ് ഇങ്ങനെ കൽപ്പിക്കുന്നു: സ്വർഗത്തിന്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. യൂദായിലെ ജെറുസലേമിൽ അവിടത്തേക്കൊരു ആലയം പണിയാൻ അവിടെ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അവൻ യൂദായിലെ ജെറുസലേമിലേക്ക് കയറി ചെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം നിർമ്മിക്കട്ടെ. അവിടുന്നാണ് ജെറുസലേമിലുള്ള ദൈവം. അവൻ എവിടെ പ്രവാസിയായിരിക്കുന്നുവോ ആ സ്ഥലങ്ങളിലെല്ലാം ശേഷിക്കുന്ന സകലരും, അതായത് അവന്റെ സ്ഥലത്തെ പൗരന്മാർ, ജെറുസലേമിലെ ദേവാലയത്തിന് വേണ്ടിയുള്ള സ്വാഭിഷ്ട കാഴ്ചയ്ക്കൊപ്പം വെള്ളി, സ്വർണം, വസ്തുവക, മൃഗം എന്നിവ കൊണ്ട് അവരെ സഹായിക്കട്ടെ. അപ്പോൾ ജെറുസലേമിൽ കർത്താവിന്റെ ആലയം പണിയുന്നതിന് കയറി ചെല്ലാൻ ദൈവം ചൈതന്യമുണർത്തിയ എല്ലാവരോടുമൊത്ത് യൂദായുടെയും ബെഞ്ചമിന്റെയും പിതൃതലവന്മാരും പുരോഹിതരും ലേവായരും അതിന് തയ്യാറായി. അവർക്ക് ചുറ്റുമുള്ള എല്ലാവരും സ്വാഭിഷ്ട കാഴ്ച സമർപ്പിച്ച എല്ലാവരോടും ചേർന്ന് സ്വന്തം നിലയിൽ വെള്ളിപ്പാത്രങ്ങൾ കൊണ്ടും സ്വർണം, വസ്തുവക, മൃഗം, അമൂല്യ വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരുടെ കൈകൾക്ക് ശക്തി പകർന്നു. ജെറുസലേമിൽ നിന്ന് നബുക്കദ്നേസർ എടുത്തുകൊണ്ടുവന്ന് തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിക്ഷേപിച്ചിരുന്ന കർത്തൃഭവനത്തിന്റെ പാത്രങ്ങൾ സൈറസ് രാജാവ് പുറത്തെടുത്തു. ഖജനാവുകാരനായ മിത്രേദാത്ത് വഴിയാണ് പേർഷ്യ രാജാവായ സൈറസ് അവ പുറത്തെത്തിച്ചത്. അവൻ യൂദാ നേതാവായ ശെഷ്ബസാറിന് അവ എണ്ണി ഏൽപ്പിച്ചു. ഇതായിരുന്നു അവയുടെ എണ്ണം: 30 സ്വർണ്ണ ചെരുവങ്ങൾ, 1000 വെള്ളിച്ചെരുവങ്ങൾ, 29 ധൂപകലശങ്ങൾ, 30 സ്വർണ്ണക്കോപ്പകൾ, 410 രണ്ടാം തരം വെള്ളിക്കോപ്പകൾ, 1000 മറ്റു പാത്രങ്ങൾ. അങ്ങനെ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ ആകെ 5400. ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് പ്രവാസി ഗണത്തെ എത്തിച്ചതോടൊപ്പം ശെഷ്ബസാർ അവയെല്ലാം കൊണ്ടുപോന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ആകാശം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠവും. പിന്നെ നിങ്ങൾ എനിക്കായി നിർമ്മിക്കുന്ന ഈ ഭവനം എന്താണ്? ഏതാണ് എന്റെ വിശ്രമസ്ഥലം? ഇവയെല്ലാം എന്റെ കരമാണ് നിർമ്മിച്ചത്. അങ്ങനെ ഇവയെല്ലാം ഉണ്ടായി. കർത്താവിന്റെ അരുളപ്പാട്.
ദരിദ്രനെയും ആത്മപീഡിതനെയും എൻ്റെ വചനസവിധെ വിറകൊള്ളുന്നവനെയുമാണ് ഞാൻ കടാക്ഷിക്കുന്നത്. കാളയെ കൊല്ലുന്നവൻ, മനുഷ്യനെ കൊല്ലുന്നവൻ, ആടിനെ ബലിയർപ്പിക്കുന്നവൻ, പട്ടിയുടെ കഴുത്തൊടിക്കുന്നവൻ, ധാന്യബലി അർപ്പിക്കുന്നവൻ, പന്നിയുടെ രക്തം കാഴ്ചവെക്കുന്നവൻ, ധൂപം അനുസ്മരണ ബലിയാക്കുന്നവൻ, വിഗ്രഹത്തെ വണങ്ങുന്നവൻ എന്നിവരെ കുറിച്ചാണെങ്കിൽ അവർ സ്വബാധ തിരഞ്ഞെടുക്കുകയും അവരുടെ ആത്മാക്കൾ അവരുടെ മ്ലേച്ഛതകളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഞാനും അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും. അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ വരുത്തും. കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രവിച്ചില്ല. അവർ എൻ്റെ ദൃഷ്ടിയിൽ തിന്മ ചെയ്തു, എനിക്ക് അനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ വചനത്തിങ്കൽ വിറകൊള്ളുന്നവരെ, അവിടുത്തെ വചനം കേൾക്കുവിൻ. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുന്ന, നിങ്ങളെ പുറത്താക്കുന്ന നിങ്ങളുടെ സഹോദരർ ഇപ്രകാരം പരിഹസിച്ചു. നിങ്ങളുടെ സന്തോഷം ഞങ്ങൾ കാണേണ്ടതിനായി കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ. എന്നാൽ അവർ ലജ്ജിതരാകും. ഇതാ, നഗരത്തിൽ നിന്ന് അലർച്ചയുടെ ഒരു സ്വരം, ദേവാലയത്തിൽ നിന്ന് ഒരു ശബ്ദം. തന്റെ ശത്രുക്കൾക്ക് തക്ക പ്രതിഫലം നൽകുന്ന കർത്താവിന്റെ സ്വരമാണത്. ഈറ്റുനോവിന് മുൻപേ അവൾ പ്രസവിച്ചു, പ്രസവ വേദന വരും മുൻപേ അവൾ ഒരു പുത്രന് ജന്മം നൽകും. ആരെങ്കിലും ഇങ്ങനെയൊന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇങ്ങനെയുള്ളവ കണ്ടിട്ടുണ്ടോ? ഒരു ദിനം കൊണ്ട് ഒരു ദേശമുണ്ടാകുമോ? ഒരു നിമിഷം കൊണ്ട് ഒരു ജനത ജനിക്കുമോ? എന്തെന്നാൽ പ്രസവ വേദന തുടങ്ങിയപ്പോഴേ സിയോൻ തന്റെ പുത്രരെ പ്രസവിച്ചു. പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ ജനിപ്പിക്കാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാം അവളോടുകൂടി ആനന്ദിച്ചുല്ലസിക്കുവിൻ. അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങളെല്ലാം അവളോടൊത്ത് സന്തോഷിച്ചുല്ലസിക്കുവിൻ. അവളുടെ സ്വാന്തന സ്തന്യം പാനം ചെയ്ത് നിങ്ങൾ സംതൃപ്തരാകുന്നതിനും അവളുടെ നിറമാറിൽ നിന്ന് നുകർന്ന് നിങ്ങൾ തൃപ്തിയടയുന്നതിനും വേണ്ടി തന്നെ. എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, ഐശ്വര്യം നദി പോലെയും ജനതകളുടെ മഹത്വം കവിഞ്ഞൊഴുകുന്ന തോട് പോലെയും അവളിലേക്ക് ഞാൻ ഒഴുക്കുന്നത് നിങ്ങൾ നുകരും. നിങ്ങൾ എളിയിൽ വഹിക്കപ്പെടുകയും മുട്ടുകളിൽ ലാളിക്കപ്പെടുകയും ചെയ്യും. ഒരുവനെ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ നിങ്ങൾ സമാശ്വസിക്കും. നിങ്ങൾ കാണുകയും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുകയും ചെയ്യും. നിങ്ങളുടെ അസ്ഥികൾ പുല്ലുപോലെ തളിർക്കും. കർത്തൃകരം അവിടുത്തെ ദാസരോടൊപ്പവും രോഷം ശത്രുക്കൾക്കെതിരെയുമാണെന്ന് അപ്പോൾ വെളിവാകും. തന്റെ ക്രോധത്തെ ഉഗ്രതയോടും ശാസനയെ തീജ്വാലകളോടും കൂടെ തിരിച്ചുവിടാൻ തീർച്ചയായും ഇതാ കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും. അവിടുത്തെ രഥങ്ങൾ കൊടുങ്കാറ്റ് പോലെയാണ്. കാരണം അഗ്നി കൊണ്ടും എല്ലാ മർത്യർക്കും വാൾ കൊണ്ടും കർത്താവ് ശിക്ഷ നടപ്പാക്കുന്നു. കർത്താവിനാൽ നിഹതർ നിരവധിയായിരിക്കും. മധ്യയുള്ള ഒരുവന്റെ പിന്നാലെ ഉദ്യാനങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സമർപ്പിച്ചവർ, പന്നിയിറച്ചി, മ്ലേച്ഛ വസ്തു, ചുണ്ടലി എന്നിവ തിന്നുന്നവർ ഒന്നിച്ച് നാശമടയും. കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു. ഞാൻ എല്ലാ ജനതകളെയും ഭാഷക്കാരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു. അവർ വന്ന് എൻ്റെ മഹത്വം ദർശിക്കും. അവരുടെ ഇടയിൽ ഞാനൊരു അടയാളം സ്ഥാപിക്കും. അവരിൽ അതിജീവിക്കുന്നവരെ താർഷിഷ്, പുത്, വില്ലാളികൾ വസിക്കുന്ന ലുദ്, തുവാൽ, യവാൻ, വിദൂരദേശങ്ങൾ എന്നിങ്ങനെ എന്നെപ്പറ്റി കേൾക്കുകയോ എൻ്റെ മഹത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ജനതകളിലേക്ക് ഞാൻ അയക്കും. അവർ എൻ്റെ മഹത്വം ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. കർത്താവിന്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധാന്യയാഗം കൊണ്ടുവരുന്നത് പോലെ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിലും നിന്ന് കുതിരപ്പുറത്തും രഥത്തിലും പല്ലക്കുകളിലും കോവർ കഴുതകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്തുമായി എൻ്റെ വിശുദ്ധഗിരിയായ ജെറുസലേമിലേക്ക് കർത്താവിനുള്ള കാഴ്ചയായി കൊണ്ടുവരും. അവരിൽ നിന്ന് ചിലരെ പുരോഹിതന്മാരും
ലേവ്യരുമായി ഞാൻ നിയോഗിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ സന്തതിയും നാമവും നിലനിൽക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. അമാവാസി മുതൽ അമാവാസി വരെയും സാബത്ത് മുതൽ സാബത്ത് വരെയും മർത്യരെല്ലാം എൻ്റെ മുൻപിൽ ആരാധിക്കാൻ വരും. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്നെ എതിർത്ത മനുഷ്യരുടെ ജഡങ്ങൾ അവർ പോയി നോക്കി നിൽക്കും. എന്തെന്നാൽ അവയിലെ പുഴു ചാവുകയില്ല, അവരുടെ അഗ്നി ശമിക്കുകയുമില്ല. മർത്യർക്കെല്ലാം അതൊരു അസഹ്യ വസ്തുവായിരിക്കും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഹേരോദിസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവൻ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. ഇത് യഹൂദർക്ക് പ്രീതികരമായെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുക്കങ്ങൾ നടത്തി. അത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസങ്ങളായിരുന്നു. അവനെ ബന്ധിച്ച് കാരാഗൃഹത്തിലടച്ച ശേഷം അവന് കാവലിൽ നിൽക്കാൻ 4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പെസഹായ്ക്ക് ശേഷം അവനെ ജനത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ അവൻ ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിലായി. സഭ അവനു വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹേറോദേസ് പത്രോസിനെ പുറത്തു കൊണ്ടുവരേണ്ടിയിരുന്നതിന്റെ തലേ രാത്രി അവൻ 2 ചെങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പാറാവുകാർ വാതിൽക്കൽ കാരാഗൃഹത്തിന് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാ, കർത്താവിന്റെ ഒരു ദൂതൻ അടുത്തു വന്നു നിന്നു. മുറിയിൽ പ്രകാശം തിളങ്ങി. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചെങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, അരമുറുക്കുക, ചെരുപ്പുകൾ ഇടുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി അവനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ചത് യഥാർത്ഥമാണെന്ന് അവന് മനസ്സിലായില്ല. ഒരു ദർശനമുണ്ടായെന്നേ അവൻ കരുതിയുള്ളൂ. അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പു കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അവനെ വിട്ടുപോയി. പരിസരബോധമുണ്ടായ പത്രോസ് പറഞ്ഞു, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേറോദിസിന്റെ കരങ്ങളിൽ നിന്നും യഹൂദ ജനത്തിന്റെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവൾ മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായിരുന്നു. അവിടെ വളരെയേറെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്നു പേരുള്ള വേലക്കാരി ഇറങ്ങി വന്നു നോക്കി. അവൾ പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ വാതിൽ തുറന്നില്ല. അകത്തേക്ക് ഓടിപ്പോയി പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. അവർ അവളോട് പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്. അവൻ അവിടെയുണ്ടെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. അവർ പറഞ്ഞു, അവന്റെ മാലാഖയാണ്. പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. അവർ കതക് തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. നിശബ്ദരായിരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച ശേഷം എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗൃഹത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് അവൻ വിവരിച്ചു. ഇവയെല്ലാം യാക്കോബിനെയും സഹോദരന്മാരെയും അറിയിക്കണമെന്ന് അവൻ പറഞ്ഞു. അനന്തരം അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. പത്രോസിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് പ്രഭാതമായപ്പോൾ പടയാളികളുടെ ഇടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടായി. അവനെ അന്വേഷിച്ച് കണ്ടെത്താതെ വന്നപ്പോൾ ഹേറോദേസ് കാവൽക്കാരെ വിചാരണ ചെയ്യുകയും അവരെ കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അനന്തരം അവൻ യൂദയായിൽ നിന്ന് കേസറിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. ടയറിലും സിദോനിലുമുള്ളവരോട് ഹേറോദേസ് കോപിച്ചിരിക്കുകയായിരുന്നു. അവർ ഒത്തുചേർന്ന്
രാജാവിന്റെ അടുത്ത് ചെന്ന് അവന്റെ പള്ളിയറക്കാരനായ ബ്ലാസ്തോസിനെ സ്വാധീനിച്ച് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു. കാരണം അവരുടെ ദേശം ഭക്ഷ്യസാധനങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് ഈ രാജ്യത്തെയാണ്. ഒരു നിശ്ചിത ദിവസം ഹെരോദേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരെ അഭിസംബോധനം ചെയ്തു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇത് ഒരു ദേവന്റെ സ്വരമാണ്, മനുഷ്യന്റേതല്ല. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്കിരയായി അവൻ മരിച്ചു. ദൈവവചനം വളർന്ന് വ്യാപിച്ചു കൊണ്ടിരുന്നു. ബർന്നബാസും സാവൂളും തങ്ങളുടെ സേവനം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു. മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ